ഡൂംസ്ഡേയുടെ ട്രെയിലർ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ നോക്കി ഇരുന്ന് നമ്മൾ വശം കെട്ടതല്ലാതെ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അല്ലാതെ മാർവലിന്റെ സൈഡിൽ നിന്ന് ഒരു അപ്ഡേറ്റോ അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലും അവർ വിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ഒരു സമയത്താണ് നേരെ നമ്മുടെ ബ്രാൻഡ്യുടെ കാര്യത്തിലോട്ട് നോക്കുമ്പോൾ ട്രെയിലർ അതായത് സെക്കൻഡ് ട്രെയിലറൊക്കെ ഓൾറെഡി വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. പക്ഷേ ഇതുവരെ അവർ രണ്ടാമത്തെ ട്രെയിലർ വിട്ടിട്ടില്ല. പക്ഷേ ഏതോരത്തൊരു സൈഗ് ഇട്ട് പരിപാടി എടുത്ത് ലീക്ക് ചെയ്തിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ ട്രെയിലർ ഫുള്ള് 4K വെർഷൻ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും 17-ാം തീയതിയാണ് സംഭവം റിലീസ് ആവാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഡൂംസ്ഡേയുടെ സൈഡിൽ നിന്ന് ട്രെയിലറോ ഫസ്റ്റ് ലുക്കോ ഒന്നും എല്ലാവരുടെ അടുത്ത് ഇപ്പോൾ ലീക്ക് ആക്കിയിട്ടുള്ളത്. പടത്തിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സീൻ തന്നെയാണ് ഇപ്പോൾ പുറത്ത് ലീക്കായി വന്നിട്ടുള്ളത്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ക്ലിപ്പ് ആദ്യം കണ്ട സമയത്ത് ആണോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പോൾ ഫൈനലി നമ്മുടെ ഡാനിയൽ RPK പോലുള്ള പല ഇൻസൈഡേഴ്സ് ഇത് റിയൽ ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ക്ലിപ്പിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യം തന്നെ നമ്മൾ ഡോക്ടർ ഡൂമിനെ കാണുന്നുണ്ട്. ഡോക്ടർ ഡൂമിന്റെ ആ ഒരു കൈ തറയിൽ കുത്തിയിട്ട് ആ ഒരു പവർ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആ ഒരു പവർ യൂസ് ചെയ്തിട്ട് നമ്മുടെ സെന്റിനൽസ് ഉള്ള ആ ഒരു ജെയിന്റ് റോബോട്ട്സ് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടേഴ്സിനെ അതായത് ഓൾറെഡി അവിടെ തകർന്ന് കിടക്കുന്ന ജെയിന്റ് സെന്റിനൽസ് ആണ്. അപ്പം അതിനെ ആക്ടിവേറ്റ് ആക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു സീൻ കൂടെ കാണാൻ പറ്റും. തൊട്ടടുത്തായിട്ട് നമ്മുടെ തോർ സ്റ്റീവ് റോയേഴ്സിനെ എണീപ്പിക്കുന്നതായിട്ടുള്ള ഒരു സീൻ കാണുന്നുണ്ട്. അതായത് ഓൾറെഡി അവിടെ വലിയ ഫൈറ്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു സെന്റിനൽസും കൂടെ വന്നപ്പോൾ സമയത്ത് എല്ലാവരും കൂടെ ഒന്ന് അലർട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഷോട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. തോർ നമ്മുടെ സ്റ്റോം ബ്രേക്കർ എടുക്കുന്നതും ക്യാപ്റ്റൻ അമേരിക്ക അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ആ ഒരു മിയോണർ എടുക്കുന്ന ഞാൻ കാണാൻ പറ്റും. തൊട്ട് അടുത്ത സീനിലൊക്കെ നമുക്ക് ഈ ഒരു സെന്റിനൽസ് എല്ലാം അവിടെ നിന്ന് ഇവിടുന്നെല്ലാം എണീക്കുന്നതായിട്ടുള്ള ഷോട്ട്സ് ആണ് കൂടുതലും കാണാൻ പറ്റുന്നത്. അതായത് നമ്മൾ വിചാരിക്കുന്നതിലും ഭയങ്കര ജെജാൻറ്റിക് ആയിട്ടുള്ള ലുക്കിലാണ് നമുക്ക് ഈ വട്ടം സെന്റിനൽസിന്റെ ലൈവ് ആക്ഷനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എല്ലാ ഹീറോസും ഒന്ന് പേടിക്കുന്ന രീതിയിലുള്ള ഒരു സീൻസ് ആണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. എലീനെയൊക്കെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെന്ത് സംഭവം, ഇത് നമ്മളെങ്ങനെ ഫൈറ്റ് എന്നുള്ള രീതിയിൽ. അവിടെ ചെറുതായിട്ടൊരു ഷോട്ട് പോകുന്നുണ്ട്. ഡോക്ടർ ഡൂം ഈ ഒരു സെന്റിനൽസിന്റെ ഒക്കെ സൈഡിലോട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് അങ്ങോട്ട് പോകുന്നതാണോ ഇങ്ങോട്ട് വരുന്നതാണോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല വീഡിയോയുടെ അപാര ക്വാളിറ്റി കാരണം. പക്ഷേ ഡോക്ടർ ഡൂം അതിന്റെ എതിരെ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിട്ട് നമുക്കൊരു ഷോട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം നോക്കുകയാണെങ്കിൽ ഈ സെന്റിനൽസിന്റെ എല്ലാം കണ്ണുകൾ ഗ്രീൻ കളറിൽ ഗ്ലോ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉറപ്പിക്കാം ഡോക്ടർ ഡൂം തന്നെയാണ് ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു ടീം ഓഫ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ എടുത്ത് പറയാം. അതായത് നമ്മൾ 2012 ഫസ്റ്റ് അവഞ്ചേഴ്സ് കണ്ടണൊക്കെ ആ ഒരു ക്യാമറ കറങ്ങി വരുന്ന നിൽക്കുന്ന ആ ഒരു ഷോട്ട് ഉണ്ടല്ലോ, അതിന് സിമിലർ ആയിട്ടുള്ള ഈ എക്സ്മെൻ അവഞ്ചേഴ്സ് എല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ വരുന്നിട്ടുള്ള ഒരു കിടിലൻ ഷോട്ട് തന്നെയാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. ഈ ഒരു സീനിൽ നമുക്ക് സൈക്ലോപ്സിനെ കാണാം. നമ്മുടെ മെയിൻ സ്റ്റീവ് റോജേഴ്സ്, ബ്ലാക്ക് പാന്തർ, ഗ്യാംബിറ്റ്, മിസ്റ്റിക്, നൈറ്റ് ക്രോളറൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ടെലിപ്പോർട്ടായിട്ട് വരുന്നതും കാണാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമ്മുടെ സാമിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക വന്ന് ലാൻഡ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഷാങ് ചി, പിന്നീട് റീഡ് റിച്ചർഡ്സ് ഈ ഒരു സമയത്ത് പുതിയൊരു ലുക്കിലാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു വൈറ്റ് പുതിയ ജാക്കറ്റിലൊക്കെ ഇതൊക്കെ ഈ ഒരു ലുക്കൊക്കെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുന്നത്തെ ലീക്കിനകത്തൂടെയൊക്കെ. ഫൈനലി തോറും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സ്റ്റീവ് റോജേഴ്സും വന്ന് നിന്നിട്ട് ആ ഒരു ഫുൾ ടീം അപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഷോട്ടിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ക്യാമറ വൈഡായിട്ട് വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒറ്റ ഫ്രെയിമിൽ വരുന്ന ഒരു അപാര ഷോട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടീം അപ്പിനകത്ത് പല ക്യാരക്ടേഴ്സിനകത്തുണ്ട്. ആരൊക്കെയാണെന്നതിന്റെ ക്വാളിറ്റി കാരണം നമുക്ക് കൃത്യം മനസ്സിലാവുന്നില്ല. പക്ഷേ ഭയങ്കര ലോ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ലീക്ക് ആക്കിയിട്ടുള്ള ടീംസ് പറയുന്നത് ഇവരുടെ കയ്യിൽ നല്ല ക്വാളിറ്റി സാധനമുണ്ട്, അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ലീക്ക് ചെയ്യുമെന്നൊക്കെയാണ് ട്വിറ്ററിനകത്തൂടെ ഇവരുടെ ഭീഷണിപ്പെടുത്തലും പരിപാടികളൊക്കെ. 1-2 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാൻ ലീക്കായിട്ട്. അപ്പോൾ ട്രെയിലർ കാത്തിരുന്ന് മടുത്തിട്ടുള്ളവർക്കെല്ലാം ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ലീക്കുകൾ വരട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. അപ്പോൾ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ലീക്സോ ഒക്കെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഗൈസ്.